കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം വല്ലതും പറഞ്ഞാൽ അത് സത്യത്തിൽ സങ്കടകരമാണ്. എനിക്ക് ഏറ്റവും സങ്കടം തോന്നുന്നത് ഇപ്പോഴും അത് തന്നെയാണ്. ഈ അവിടെ നടക്കുന്ന MT വാസുദേവൻ നായരുടെ ഇന്ന് T പത്മനാഭൻ്റെയും കണ്ടപ്പോൾ നിങ്ങൾക്കത് ഡൽഹിയിൽ കണ്ടപ്പോൾ കേരളത്തിൽ വിട്ടുകൊടുത്തു. അത് അല്ല, എനിക്കതിനകത്ത് MT പറഞ്ഞതിനേക്കാളും എനിക്ക് തോന്നിയതൊരു ദയനീയാവസ്ഥ. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് MD അങ്ങനെയല്ല പറഞ്ഞത്, MD പിണറായി വിജയനെക്കുറിച്ച് പറഞ്ഞതല്ല എന്ന് പറയേണ്ടി വരുന്നൊരു ഗതികേട്. MDയെ പോലെയുള്ള ആൾ ഒന്നുകിൽ അത് അവഗണിക്കുക പറഞ്ഞതിന്, ഇത് MD ഉദ്ദേശിച്ചത് അതല്ലായിരുന്നു എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്ന ഏറ്റവും വലിയ ഗതികേടല്ല. അങ്ങനെ ആകാൻ പാടുണ്ട്. ഒരു മുഖ്യമന്ത്രിയെ ഇരുത്തി മറ്റൊരു പഴയ മുഖ്യമന്ത്രിയെക്കുറിച്ച് MT വാസുദേവൻ നായർ കോട്ട് ചെയ്താൽ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത്, നമ്മളെല്ലാവരും ചെയ്യുന്നത്, MTയെ പോലുള്ള ആൾ വളരെ അനുഭവ സമ്പത്തുള്ള, കേരളം എല്ലാ തരത്തിലും ആദരിക്കുന്ന ഏറ്റവും ബഹുമാന്യനായ ഒരാൾ പറഞ്ഞാൽ ആ പറഞ്ഞതിൻ്റെ കാമ്പ് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിന് പകരം എന്തിനാ തർക്കിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് പൊതുസമൂഹത്തിൽ വന്ന് അത് ഇപ്പോൾ നമ്മളെ പണ്ടെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടിയാൽ ഇത് അതിനെക്കുറിച്ചല്ല എന്ന് പറഞ്ഞ് നമ്മൾ വിലപിക്കുന്നത് പോലെ ഇത് ഇദ്ദേഹത്തെക്കുറിച്ചല്ല എന്ന് പറയുന്നത് ഒരു ദയനീയ സങ്കടഭാവം. അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അർഹതപ്പെട്ടതാണോ എന്ന് അവരുടെ നേതാക്കന്മാരെന്ന് ചിന്തിക്കണം. ആ ദയനീയ ഭാവം അവർക്ക് അർഹതപ്പെട്ടതാണോ എന്നുള്ളത് ആ പാർട്ടിക്ക്, അവർക്കല്ല, പാർട്ടിക്ക് അത് അവർ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതിനകത്ത് എല്ലാത്തിലും അഭിപ്രായം പറയുന്ന മാഷ് ഇത് പറയേണ്ടതല്ലേ? ആ പാവപ്പെട്ട രാഹുലിൻ്റെ സർട്ടിഫിക്കറ്റ് പോലും വ്യാജമാണെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ മാഷ് റെഡിയാണെങ്കിൽ ഒരു ചെക്കപ്പ് നടത്തിക്കളെ ഗോവിന്ദ മാഷിൻ്റെ സാന്നിധ്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചെക്കപ്പ് ആരെ കൊണ്ടെങ്കിലും തയ്യാറാണെങ്കിൽ എത്രയേ ഉള്ളൂ. അല്ല, അതാ ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ആദർശങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ടാണ് കേരളത്തിൽ CPM ഭരണം നടത്തുന്നത്. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് MTയുടെ വാക്കുകളിലൂടെയും T പത്മനാഭൻ്റെ വാക്കുകളിലൂടെയും ഒക്കെ പുറത്തു വരുന്നത്. ഇത് തന്നെയാണ് ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത അഴിമതി ആരോപണങ്ങൾ ബന്ധുക്കൾക്കെതിരെയും മറ്റു സഹാക്കൾക്കെതിരെയും കേൾക്കേണ്ടി വരുന്നത്. ഇപ്പം ED അന്വേഷിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നതല്ല, അവർക്ക് അവരുടേതായ അജണ്ട. പക്ഷേ ഇവിടെ കേരളത്തിൽ അവരുടെ അജണ്ട ക്ലിയറാണ്, അവർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ വെറും പുറംപൂച്ച് മാത്രമായിരിക്കും. ഇതിനകത്ത് ഇപ്പോൾ ഒരു ന്യായീകരണം, അതായത് വീണയുടെ ഭർത്താവ് മന്ത്രിയുമായ റിയാസ് പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള, അതെ, എൻ്റെ അഭിപ്രായം അതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഒത്തുകളിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒത്തുകളി ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പേരിലാണ് ഒത്തുകളി ഉണ്ടായത്. ദെൻ വാട്ട് ഹാപ്പൻഡ്? ഇപ്പോൾ 3 കൊല്ലമായില്ലേ? അപ്പോഴൊക്കെ എന്തൊരു ഭീകരതയായിരുന്നു. ED വരുന്നു, CBI വരുന്നു, കംപ്ലീറ്റ് അമിത്ഷാ വരുന്നു, ഭയങ്കര പ്രസംഗം. നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പോയി ആ 3 കൊല്ലം അന്വേഷിച്ചിട്ടും പ്രധാനമന്ത്രി ഇപ്പോഴും പറയാണ് ഓഫീസിൻ്റെ കാര്യം. എന്തായതിനെക്കുറിച്ച് പറയാം നമുക്ക്? അയാളുടെ കയ്യിൽ എല്ലാ ആയുധവും ഇല്ലേ, എല്ലാ അധികാരവും ഇല്ലേ? നടപടിയെടുക്കണം തെളിവുണ്ടെങ്കിൽ, അല്ലാതെ വീമ്പ് പറയാനോ വേണ്ടത്? നിങ്ങൾ ഈ ഭാരത് ജോഡോ യാത്രയെക്കുറിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല അല്ലേ? പ്രധാനമന്ത്രി സ്ഥിരമായിട്ട് കേരളത്തിൽ താമസിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. കേരളം പ്രധാനമന്ത്രിയുടെ ഈ വിഭജന കെട്ട രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിൽക്കില്ല.